ഗൈസ് അങ്ങനെ നമ്മൾ കോൾവ ബീച്ചും മജോർദ ബീച്ചും കണ്ട് തിരിച്ച് ബഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വന്നു. അവിടുന്ന് ഇനി ബെൽഗാമിലേക്ക് പോവാണ്. അവിടുന്ന് 125 കിലോമീറ്റർ ട്രെയിനിൽ. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ എത്തി. ട്രെയിൻ തന്നെ കാത്തു കാണിഞ്ഞ്. ട്രെയിൻ 2:30 ആകുമ്പോൾ വരുമ്പോൾ. അങ്ങനെ ട്രെയിൻ എത്തി. നമ്മുടെ ട്രെയിൻ വാസ്കോഡഗാമയിൽ നിന്ന് തുടങ്ങി നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണ്. നമ്മൾ ബെൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങും, കർണാടകയിൽ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൊല്ലം നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഈ പോണ റൂട്ടിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ദൂദ്സാഗർ വാട്ടർഫോൾസ് ഈ വഴിയിലാണ്. അതിന് വേറെ സീ ഓഫ് മിൽക്ക്, അത് കാണാനാണ് ഞാനിപ്പോൾ ഇതുകൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ വെള്ളച്ചാട്ടം വാട്ടർഫോൾസ്. അധികം വെള്ളമൊന്നും കാണാനില്ല, ഒക്ടോബർ സമയമാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ട സൂപ്പർ. ഗോവയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ. നമ്മളിപ്പോഴും മൊല്ലം നാഷണൽ പാർക്കിനുള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. കുറേ നേരമായി. അത്ര വലിയ ഫോറസ്റ്റിനുള്ളിൽ നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട ട്രെയിൻ പോണ വ്യൂ കണ്ട നാഷണൽ പാർക്കിൻ്റെ സൺസെറ്റും ഈവനിങ്ങാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരം തന്നെ, ഭയങ്കര വ്യൂ. ഇപ്പം ഞാൻ കാസൽ റോക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. മറ്റേ ദൂദ്സാഗറൊക്കെ കണ്ട് കാസൽ റോക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഇത് കഴിഞ്ഞ് ഇപ്പോൾ കർണാടകയിലെത്തി. ഇത് കഴിഞ്ഞ് ബെൽഗാം, കാസൽ റോക്ക് കഴിഞ്ഞാൽ. ഇത് ഘാട്ടിൻ്റെ മുകളിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് നോർത്ത് കർണാടകയിൽ. അപ്പോൾ ആ ട്രെയിൻ അവിടെ നിർത്തിയിട്ടേക്കുക ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി. गोवा एक्सप्रेस प्लेटफॉर्म क्रमांक 1 पर आ पहुंची है। അങ്ങനെ ഞാൻ ബെൽഗാം റെയിൽവേ സ്റ്റേഷനിലെത്തി. മഡ്ഗോവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്ഥലമായ ബെൽഗാം. ഇതാണ് ബെൽഗാം റെയിൽവേ സ്റ്റേഷൻ. ഈ പുറത്തേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെടുത്തിയത് അവിടെ ഐ ലവ് ബെൽഗാം ഉണ്ട്, ഐ ലവ് ബെൽഗാവി.
പുറത്തേക്ക് പോവുക, അത് കഴിഞ്ഞിട്ട് റൂമിൽ പോകും, പിന്നെ അവിടെ പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.